നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തോണ്ട് ചോദിച്ചു പോയതാ. എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നതാ കുറച്ചും കൂടി നല്ലത്. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും നീ പിടിതരാതെ തെന്നി മാറുന്നത് തോന്നും. നോക്ക്, എന്ത് കാര്യവും നീ മുഴുവനായിട്ട് പറയാറില്ല, പകുതിക്ക് വെച്ച് നിർത്തും. ഞാനാണെങ്കിൽ എല്ലാം ആത്മാർത്ഥമായിട്ട് പറയുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് പലത് നീ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്നു. അത് ശരിയല്ലേ? അത് ശരിയല്ല അഞ്ജിതേ. ഞാനൊന്നും എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാറില്ല. ഓരോ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ കൃത്യമായ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവാറില്ല. അങ്ങോട്ട് ഇറങ്ങി അങ്ങ് ചെല്ലും. അപ്പൊ തോന്നുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യും. തോറ്റാലും ജയിച്ചാലും മനസ്സ് മടുക്കാതെ ചെയ്തോണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുമായിട്ട് വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുന്നത്. നീ ചോദിച്ച പോലെ തന്നെ എന്റെ അച്ഛനും ചോദിക്കാറുണ്ട്, എന്താണ് നിന്റെ മനസ്സിലെന്ന്. അതിനുള്ള ഉത്തരം ഇത് തന്നെ അഞ്ജിതേ. അതുപോട്ടെ, ഇപ്പൊ ഇത് ചോദിക്കാൻ എന്താ കാരണം? കാരണമൊന്നുമില്ല, നീയൊന്നും തുറന്നു പറയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, നീ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നേ. എന്റെ കൂടെ നിൽക്കുന്നത് വരെ ഞാൻ എന്നും നിന്നെ എന്റെ കൂടെ തന്നെ നിർത്തും. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും, മറിച്ചാകുന്ന ദിവസം വരെ. അല്ല, വേറെന്തോ ചോദിക്കാനാണ് നീ ഈ മുഖവരയോടെ സംസാരിച്ചു തുടങ്ങിയത്. പറയടോ, എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? ഉണ്ട്, ചോദിക്കാനുണ്ട്. ഞാൻ തുറന്നു ചോദിച്ചോട്ടെ? ചോദിക്കേ. ശരി, അത് ഈ ശരണ്യയുടെ അനിയൻ അപകടം സംഭവിച്ചതില് നിനക്ക് പങ്കില്ലേ? നീ ചോദിച്ചതുകൊണ്ട് പറയാം, പങ്കില്ലേന്നല്ലേ നീ ചോദിച്ചത്. പങ്കുണ്ട്. നേരിട്ടല്ല, ഞാൻ ചെയ്യിപ്പിച്ചതാ. ആ ചെറുക്കനോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ശരണ്യോടുള്ള ദേഷ്യം അത് അവളുടെ അമ്മയിലേക്കും അവരെ സഹായിക്കുന്ന ശിവദാസിലേക്കും അത് അങ്ങനെ അങ്ങ് നീണ്ടുപോയതാ. പാവം ചെറുക്കൻ, വല്ലാത്ത ട്രാജഡി ആയിപ്പോയി അവന്റെ ജീവിതം. എന്റെ സ്വഭാവം ഇതാണ് അഞ്ജിതേ. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാ അവരെയും അവരെ സഹായിക്കുന്നവരെയും നശിപ്പിക്കണം. എന്നാ നന്ദനെ ഞാനൊന്നും ചെയ്യില്ല കേട്ടോ അഞ്ജിതേ. ഒരു തരത്തിലും നന്ദനെ ഞാൻ ദ്രോഹിക്കില്ല. എനിക്ക് വേണ്ടത് ശരണ്യ. അവിടെ സ്വയം നന്ദന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. അതിനു വേണ്ടി ഞാൻ എന്ത് കളിയും കളിക്കും. ഇനി സ്വയം അവളെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവള് മരിക്കണം. ആ കളിയും ഞാൻ കളിക്കും. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? സംഭവിച്ചു പോയില്ലേ? അതെ, സംഭവിച്ചു പോയി. വളരെ നിസ്സാരമായിട്ട് പറയാതെ. നന്ദ, ജീവിതത്തിൽ എന്ത് ദുരന്തം ഉണ്ടായാലും പുറത്ത് നിൽക്കുന്നവര് നിസ്സാരമായിട്ട് പറയുന്ന ഒരു വാക്ക് സംഭവിച്ചു പോയിന്ന്. അപ്പൊ ഞാൻ പുറത്തു നിൽക്കുന്ന ആളാണോ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. എന്റെ ഈ അവസ്ഥയില് ഒന്നെന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നെങ്കില് എന്റെ സങ്കടം കണ്ണുനീരായിട്ട് ഒഴുക്കിക്കളയാമായിരുന്നു. അങ്ങനൊന്ന് ആഗ്രഹിച്ചു പോയി ഞാൻ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനിടയിൽ ചുട്ടുപൊള്ളുന്നൊരു മനസ്സുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ, ചരണി,
നീ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ വിഷമം ഞാൻ അനുഭവിക്കുന്നത്. നിന്റെ അമ്മയുടെ കല്യാണം ഇപ്പൊ എല്ലാവരുടെയും കെട്ടുകാഴ്ച. എല്ലാരും എന്റെ കൺമുന്നിൽ കിടന്ന് ആഘോഷിക്കുന്നത്. അതിന് നീ തെറ്റുകാരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ഷോക്ക് വളരെ വലുതാണ് ശരണ്യ. അതിനിടയിൽ നിന്റെ അനുജന് പറ്റിയ ദുരന്തവും. അതിലറിഞ്ഞോ അറിയാതെയോ നിന്റെ അമ്മയുടെ പേരും വലിച്ചഴിക്കുന്നുണ്ട്. അമ്മ എന്ത് തെറ്റിയതിട്ടാ? അവനെ വളർത്തി വലുതാക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടമ്മ. അമ്മയുടെ സ്വപ്നമായിരുന്നു. ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവന്റെ മനസ്സ് പതറാൻ കാരണം അമ്മയുടെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു നടക്കുന്നത് വേറെ ആരുമല്ല, തന്റെ അനിയത്തിയ. അതിനെന്ത് മറുപടി പറയും? നീ നിന്റെ പ്രയാസം പറഞ്ഞു, ഞാൻ എന്റെ പ്രയാസവും പറഞ്ഞു. ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടിക്കെട്ടാം. ഇതെല്ലാം മാറും, എല്ലാ നാണക്കേടും മാറും. ഒപ്പം നിന്റെ അനിയനും സുഖവും. എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഞാൻ ഒരിക്കലും നിന്നെ അവഗണിച്ചിട്ടില്ല, അങ്ങനെ വിചാരിക്കണ്ട. എനിക്കറിയില്ല നന്ദ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓട്ടെ, എല്ലാം നല്ലതായിട്ട് വരുമെന്ന് സമാധാനിക്കാം. എല്ലാം ശരിയാവും. ഞാൻ നന്ദിതയെ വിളിച്ചിരുന്നു. മകന്റെ ഓപ്പറേഷൻ സക്സസ് ആണ്. ആരും വിചാരിച്ചതല്ല, ഒരു മിറാക്കിൾ സംഭവിച്ചു. സംഭവിച്ചത് മിറക്കിൾ ആയിരിക്കാം, ഐ അഡ്മിറ്റ്. പക്ഷേ ആ അത്ഭുതം ഉണ്ടാവാൻ ഇടവരുത്തിയത് ശിവദാസ. ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ച കാര്യങ്ങൾ അറിയുന്നുണ്ട് പ്രിൻസ്. ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു വരുത്തി കുട്ടിയെ ചികിത്സിപ്പിച്ചത് ശിവദാസാണ്. പ്രിൻസേ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിൽ പിടിപാടും കരുത്തും ഉണ്ട് അയാൾക്ക്. അതിപ്പോ പോലീസിന്റെ ഇടയിലായാലും ഡോക്ടേഴ്സിന്റെ ഇടയിലായാലും. എന്നുവച്ചാ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതെല്ലാം തരത്തിൽ നന്ദിതയെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും, ഏത് വിധേനയും നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവരണോന്ന് വിചാരിച്ചാലും നടക്കാത്തത് ആ ശിവദാസ് ഒറ്റൊരാള് കാരണം. ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുക ശിവദാസ്. നട്ടെല്ലിന്റെ ഉറപ്പിൽ. പ്രിൻസ് ഒന്നും അതിന്റെ 7 അയലത്ത് വരില്ല. ദിയ ഇപ്പൊ പറഞ്ഞത് ഒരുതരം താഴ്ത്തിക്കെട്ടല. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ഞാൻ ചങ്കുറ്റവും നട്ടലിന്റെ ഉറപ്പും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ബുദ്ധി കൊണ്ട് മാത്രം പ്രവർത്തിക്കണം. എന്നെ പോലെ ഒരാൾക്കല്ലാതെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് നന്ദിതയുടെ പ്രീതി സമ്പാദിച്ചെടുക്കാൻ പറ്റുമോ? എന്നെ ഇപ്പോഴും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയാണ് നന്ദിത. ഇതിനിടയിൽ ദിയെ അറിയാത്ത എത്രയോ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തെന്നറിയാമോ? ചങ്കുറപ്പോണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത്. ചാണ്ടിച്ചിന്റെ ദുരൂഹമായ മരണം പെട്ടെന്ന് തന്നെ പിടിച്ചൊലച്ചിരുന്നു. പിന്നീട് ദിയെ ആലോചിക്കണം. ബോഡി പോലും കണ്ടു കിട്ടിയില്ല. ഒപ്പം ഒരുത്തന്നെ അനോണിമസ് കോള്, കാലനാണ് കയറാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ സ്വരവും. ഇതൊക്കെ അവഗണിച്ചാ ഞാൻ ദിയയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇതൊക്കെ എനിക്ക് അറിയാം ഫ്രണ്ട്സ്. ആരും പരസ്പരം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ അജ്ഞാതൻ ആരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അയാള് ടാർഗറ്റ് ചെയ്യുന്നത് എന്നെയാണ്. എന്റെ അച്ഛനെയാണ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്, ടോർച്ചർ ചെയ്തത്. അതൊക്കെ എന്നെ വരുതിക്ക് നിർത്താൻ വേണ്ടിട്ടാ. എനിക്ക് സ്വാഭാവികമായിട്ടും അറിയാം അച്ഛനെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പേടിപ്പിച്ചു വിടുക, എന്നെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. അച്ഛൻ സേഫായിട്ട് വീട്ടിലെത്തിയില്ലേ? അതാണ് അതിലും വലിയ രസം. ആരോ ഒരു പരിചയമില്ലാത്ത ആള് രക്ഷപ്പെടുത്തിയെന്ന അച്ഛൻ പറഞ്ഞത്. ചിലപ്പോ അതൊരു ട്രാപ്പ് ആയിരിക്കും. രക്ഷപ്പെട്ടോടി തളർന്നു വീണപ്പോ തല ഉയർത്തി നോക്കിയത് 2 കാലുകളിലേക്കാ, പിന്നെ അയാളുടെ മുഖത്തേക്കും. കൊല്ലാനായിരിക്കുമെന്ന് അച്ഛൻ വിചാരിച്ചു.
പക്ഷേ എന്തോ രക്ഷപ്പെടുത്തി വിട്ടു. ഇതിന്റെയൊക്കെ ഏകദേശ രൂപം എന്നെ വിളിച്ചാൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ എന്തോ നിഗൂഢമായ കളികളാണ് ദിയ. നിന്നെയും എന്നെയും കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകാതെ നിന്റെ അച്ഛനെ കൊണ്ടുപോയത് എന്തിനാ? സ്വാഭാവികമായി ആലോചിക്കേണ്ടതാ. നേരിട്ട് നമ്മളെയല്ലേ അറ്റാക്ക് ചെയ്യേണ്ടത്? അതാണ് പ്രിൻസ് ഞാൻ പറഞ്ഞത്. നമ്മളെ കൊല്ലുക എന്നതല്ല ലക്ഷ്യം.